അൻവറിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരാളാണെങ്കിൽ പോലും അൻവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി പരിശോധിക്കാൻ ഞാൻ ഉൾപ്പെടെ നിർബന്ധിതനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വളരെ കാര്യകാരണ സഹിതമാണ് അയാൾ കാര്യങ്ങൾ, അയാൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണെങ്കിലും അയാൾ കാര്യകാരണ സഹിതമാണ് അയാൾ പറയുന്നത്. അയാൾ പറയുന്നത് ഞാനിത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫോൺ ചോർത്തി എന്ന് അയാൾ പരസ്യമായി പറയുകയാണ്. ഒരു MLA പരസ്യമായി വന്നിട്ട് പറയുകയാണ് ഞാനിതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഫോൺ ചോർത്തി. ഇനി ഫോൺ ചോർത്തിയിട്ട് അയാൾ പറയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ADGP MR അജിത് കുമാറിൻ്റെ ഭാര്യയും ഭാര്യയുടെ മകനും തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അങ്ങേ തലക്കലുള്ളവൻ ഭാര്യയുടെ അളിയൻ, ഭാര്യയും ഭാര്യയുടെ അനിയനും, അനിയൻ ഇവർ ഫോണിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അങ്ങേ തലക്കലുള്ളത് ബോംബെ അധോലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ADGP ലോ ആൻഡ് ഓർഡറിൻ്റെ ഭാര്യയുടെയും ഭാര്യയുടെ അനിയൻ്റെയും കാര്യമാണ് ഈ പറയുന്നത്. അതുപോലെ അയാൾ ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്താണ്? അയാൾ പറയുന്നത് എന്താണ്? ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞവൻ അവൻ നേരത്തെ കസ്റ്റംസിലായിരുന്നു, അവൻ ഇവിടെ വരുന്നു, അവന് കസ്റ്റംസിന് നല്ല ബന്ധം. കരിപ്പൂർ എയർപോർട്ടിൽ പിന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ കള്ളക്കടത്ത് സ്വർണ്ണം ഉണ്ടെന്ന് ബാഗേജൊക്കെ നോക്കുന്നു. എല്ലാത്തിനകത്തും സ്വർണ്ണം ഉണ്ടെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവുന്നു. ആ മനസ്സിലാകുന്ന ഉദ്യോഗസ്ഥന്മാർ ആ സ്വർണം പിടിക്കുന്നില്ല. ആ വിവരം പുറത്ത് നിൽക്കുന്ന പോലീസുകാരന് കൊടുക്കുന്നു. പോലീസുകാരൻ പുറത്ത് ചെല്ലുമ്പോൾ ഈ സ്വർണം പിന്നെ കൊണ്ടുവന്നവനെ പിടിക്കുന്നു. പിടിച്ചിട്ട് അതിനകത്തുനിന്ന് 10 ബിസ്ക്കറ്റും 15 ബിസ്ക്കറ്റും 20, ഇതിനെല്ലാം ഈ സുജിത് ദാസും അതിൻ്റെ മുകളിലിരിക്കുന്ന ADGPയുടെ ഭാര്യയും ഭാര്യയുടെ അനിയന്മാരും ഒക്കെ കൂടെ ഇതിനകത്ത് പങ്കുപറ്റുന്നു. അയാളൊരു ഘട്ടത്തിൽ പറയുകയാണ്, നിങ്ങളിപ്പോൾ ചെന്ന് ADGPയുടെ ഭാര്യയുടെ പിന്നെ കഴുത്തിൽ നോക്കൂ, എന്തുമാത്രം സ്വർണ്ണം അവിടെ കിടക്കുന്നത് കാണാം. ഇതെല്ലാം അയാൾ കാര്യകാരണ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരത്തുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണ്? ഇത് PCC അറിയാതെ നടക്കുമോ? PCC അറിയാതെ എങ്ങനെ നടക്കുക? അയാൾ പറയുകയാണ് മുസ്ലിം പള്ളിയിലും പിന്നെ ഹിന്ദുക്കളുടെ അമ്പലത്തിലുമൊക്കെ അമ്പലത്തിനകത്ത് പൊട്ടക്കിണർ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് നമ്മൾ പോയി ചാടിപ്പോകൂലേ എന്ന് പറയുമ്പോൾ ADGP ലോ ആൻഡ് ഓർഡർ ആയിട്ടിരിക്കുന്നൊരു മനുഷ്യൻ അധോലോക നായകനാണെന്ന് PV അൻവർ എന്ന് പറഞ്ഞ ഭരണകക്ഷി MLA എപ്പോഴാണ് പറയുന്നത്? ഇന്ന് പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ചു. അതെ, അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് മുമ്പുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ച ദിവസം ആ പശ്ചാത്തലം നോക്കൂ അല്ലേ, മുഖ്യമന്ത്രിയുടെ കണ്ണിലുണ്ണിയായിട്ടുള്ള P ശശിയെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ബ്ലൂ ഐഡ് ബോയ് ആയിട്ടുള്ള MR അജിത് കുമാറിനെ കുറിച്ചും ഭരണകക്ഷിയിലെ മുഖ്യമന്ത്രിയുടെ തന്നെ ബ്ലൂ ഐഡ് ബോയ് എന്ന് നമ്മൾ അറിയപ്പെടുന്ന PV അൻവർ പറയുമ്പോൾ ഇതിനപ്പുറത്ത് ഗുരുതരമായിട്ട് എന്താ ഉള്ളത്? ചില ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിച്ചോളാം. VD സതീശനെ കുറിച്ചൊരു പരാമർശം നടത്തിയിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അയാൾ എന്താ പറഞ്ഞത്? VD സതീശൻ അഴിമതി ചെയ്തു എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. ആ പറഞ്ഞതിനെക്കുറിച്ച് ഒരുത്തം കൊണ്ടുവന്ന് വിജിലൻസ് കോടതിയിൽ പരാതി കൊടുത്തപ്പോൾ കോടതി എന്ത് പറഞ്ഞു? ക്രൈം ബ്രാഞ്ചിനോട് പരിശോധിക്കാൻ പറഞ്ഞു. എന്നിട്ട് അൻവർ പറയുകയാണ് ക്രൈം ബ്രാഞ്ച് പരിശോധിച്ചിട്ട് തെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് അൻവർ പറയുന്നത് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഈ ആരോപണം ഉന്നയിച്ച എന്നിൽ നിന്ന് മൊഴിയെടുക്കണ്ടേ? പ്രാഥമികമായൊരു ചോദ്യമല്ലേ അയാൾ ചോദിക്കുന്നത്? തീർച്ചയായും. അപ്പോ സതീശനെയും MR അജിത് കുമാർ രക്ഷപ്പെടുത്തി എന്നല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു പൻഡോറാസ് ബോക്സ് തുറന്നിരിക്കുകയാണ്, ഒരു ഡാർക്ക് അണ്ടർ ബെലി. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നുള്ളതിന് ഇതിനൊരൊറ്റയാളാണ് മറുപടി പറയേണ്ടത്, ഒരേ ഒരാൾ. അത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. ഒരക്ഷരം മിണ്ടിയിട്ടില്ല, അയാൾക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഉയർത്തിവിട്ടിരിക്കുന്നൊരു കൊടുങ്കാറ്റുണ്ട്. ഈ കൊടുങ്കാറ്റ് പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. സതീശൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. സതീശനും ഒക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും. അധോലോകം കൊലക്കേസ് ആലോചിച്ച് നോക്ക്, കൊലക്കേസ് പ്രതി എന്നാണ്. മാമി എന്നൊരാളെ തട്ടി എന്നാണ് പറയുന്നത്. അയാളെ കാണാനില്ല ഒരു വർഷമായിട്ട്. തിരോധാനം, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല. മനസ്സിലായി? അപ്പം സ്വർണ്ണം എന്ന് മാത്രമല്ല, ഇതിനകത്ത് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താ? സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ തുണിയില്ലാതെ നിൽക്കുന്നത് കുറേ കാലമായിട്ട്.
ആ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുടെ തലതൊട്ടപ്പനാണ് MR അജിത് കുമാർ എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. താരതമ്യം ചെയ്യുന്നത് ദാവൂദ് ഇബ്രാഹിമുമായിട്ട്. മനസ്സിലായില്ലേ? ദാവൂദ് ഇബ്രാഹിം. ഇതൊക്കെ ഇയാൾ പരസ്യമായി വന്നിട്ട് ഇയാൾ പറയുന്നത് എന്താണ്? ഇത് മുഴുവൻ ഞാൻ ചോർത്തിയതാണ്. അതാണ് അതിൻ്റെ അത്ഭുതം. ഭരണകക്ഷി MLA പരസ്യമായിട്ട് പറയുകയാണ് ഞാനിതെല്ലാം ചോർത്തിയാണ്. എനിക്ക് പലരും കാശ് കൊടുത്ത് വിലയ്ക്ക് മേടിക്കേണ്ടി വരെ വന്നിട്ടുണ്ട്. അല്ല, ചോർത്താൻ നിർബന്ധിതനായി. എന്തുകൊണ്ടാ? അദ്ദേഹം പലവട്ടം പരാതി ഉന്നയിച്ചു, അതിൽ നടപടി ഉണ്ടായില്ല. അപ്പോൾ അതെല്ലാം അയാൾ പരസ്യമായി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ആധികാരികമാണെന്നുള്ളൊരു ബോധ്യം ജനങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും, പക്ഷേ പറയുമ്പോൾ പ്രയാസമൊന്നും തോന്നരുത്. തുണിയില്ലാത്ത പിണറായി വിജയനായിരിക്കും ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് ആമുഖമായി എനിക്ക് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളൂ.